ലോകത്തിലെ ശാന്തവും വിസ്മരിക്കപ്പെട്ടതുമായ ഒരു കോണിൽ ഒരു കൊച്ചു പെൺകുട്ടി തന്റെ ജീവിതം മുഴുവൻ പുറം ലോകത്തു നിന്നും പൂർണ്ണമായി ഒറ്റപ്പെട്ട് ജീവിച്ചു പോന്നിരുന്നു. അവൾക്കൊരിക്കലും ജീവിക്കാൻ അനുവാദമില്ലാതിരുന്ന സ്വപ്നങ്ങളും ഭാവനകളും ഏകാന്തതയും കൊണ്ട് നിർമ്മിച്ച ചെറുതും നിശ്ചലവും അദൃശ്യവുമായ ഒന്നായിരുന്നു അവളുടെ ലോകം. എന്നാൽ ആ ലോകത്തിലേക്ക് ഒരു അപരിചിതൻ പ്രതീക്ഷിതമായി കടന്നുവന്നു. അവൾ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വികാരങ്ങളിലേക്കും വർണ്ണങ്ങളിലേക്കും ഊഷ്മളതയിലേക്കും സാവധാനം വാതിൽ തുറന്നു. അതോടെ എല്ലാം മാറിമറിയാൻ തുടങ്ങി. ഏവർക്കും സ്വാഗതം. സിനിമാ കഥയിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സ്നേഹത്തിന്റെയും ഏകാന്തതയുടെയും നിശബ്ദമായ ആത്മത്യാഗത്തിന്റെയും മനോഹരമായ ഒരു യാത്രയിലേക്കാണ്. ജോസി എന്ന ഹൃദയസ്പർശിയായ ചലച്ചിത്രത്തിലേക്ക് വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ഹൈപ്പ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയെ ആരംഭിക്കുന്നത് ലീ എന്ന പേരുള്ള ഒരു യുവാവിൽ നിന്നുമാണ്. സോളിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സർവകലാശാലയിലാണ് അവൻ പഠിക്കുന്നത്. എന്നാൽ അവന്റെ ജീവിതം സാധാരണഗതിയിൽ മുന്നോട്ടു പോകുന്നതായിരുന്നില്ല. തനിക്കൊരു ജോലി ഉറപ്പാക്കാൻ സഹായിക്കും, നിരാശ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ അവൻ അവിടെയുള്ള ഒരു ലേഡി പ്രൊഫസറുമായി തെറ്റായൊരു ബന്ധത്തിൽ ചെന്നുപെട്ടിരിക്കുകയായിരുന്നു. അവനവരോട് സ്നേഹമൊന്നും ഉണ്ടായിരുന്നുമില്ല. അവളാകട്ടെ തികച്ചും ക്രൂരമായി അവനെ വെറും ഒരു ഉപകരണം പോലെയാണ് കണ്ടിരുന്നതും. ഓരോ ദിവസവും ആ രഹസ്യത്തിന്റെ ഭാരം അവനുള്ളിൽ ചുമന്നു നടന്നു. ഒരു ദിവസം അവനൊരു കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഒരു സീനിയർ വിദ്യാർത്ഥി അവനെ വിളിച്ചു. ലീ അവിടെ തന്നെ തറഞ്ഞു നിന്ന് പോയി. അവന്റെ നെഞ്ച് പടപടായി ഇടിച്ചു. തന്നെക്കുറിച്ചും പ്രൊഫസറെക്കുറിച്ചും എല്ലാ വിവരങ്ങളും ആരോ കണ്ടുപിടിച്ചു എന്ന ആ ഭയാനക നിമിഷത്തിൽ അവന്റെ ഉള്ളിൽ തോന്നിക്കൊണ്ടേയിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവന്റെ ബാഗിന്റെ സിപ്പ് തുറന്നു കിടക്കുകയായിരുന്നു. അത് പറയാൻ മാത്രമായിരുന്നു ആ സീനിയർ ശ്രമിച്ചത്. എങ്കിലും ലീ അവിടെ നോടി. അവന്റെ ജീവിതം അങ്ങനെയായി തീർന്നിരുന്നു. നിഴലുകളെപ്പോലും പേടിച്ച് ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങൾ ഭയന്ന് ഓടിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആൾക്കൊരു കാമുകിയുണ്ട്. അവനെ ജീവനതുല്യം സ്നേഹിക്കുന്നവൾ, അവനെ പൂർണ്ണമായി വിശ്വസിക്കുന്നവൾ. അവളിതൊന്നും അറിഞ്ഞിരുന്നേയില്ല. ലീ ജീവിക്കുന്നത് വെറും 10 സ്ക്വയർ ഫീറ്റ് മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ അപ്പാർട്ട്മെന്റിലാണ്. അവനും അവന്റെ കാമുകിക്കും ഒന്ന് കിടക്കാൻ മാത്രമുള്ള ഒരിടം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ക്യാമ്പസിൽ വെച്ച് അവർ 3 പേരും പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു സമയം വന്നു. ലീയുടെ പാദങ്ങൾക്ക് താഴെയുള്ള ഭൂമി പിളരുന്നത് പോലെ അവന് തോന്നി. മറ്റുള്ള 2 പേരും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഒന്നും അറിയാത്ത പോലെ കടന്നുപോയി. ലീയുടെ ഉള്ളിൽ പെരുമ്പറ മുഴങ്ങിയിരുന്നു. അതായിരുന്നു അവൻ കടന്നുപോയിക്കൊണ്ടിരുന്ന ജീവിതം. ജോസി എന്ന പേരുള്ള ഒരു പെൺകുട്ടി വന്ന് എല്ലാം മാറ്റിമറിക്കുന്നതുവരെ അതങ്ങനെ തന്നെ തുടർന്നു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് തെരുവിലൂടെ നടക്കുമ്പോ തന്റെ വീൽ ചെയറിൽ നിന്ന് താഴെ വീണുപോയ ഒരു പെൺകുട്ടിയെ ലീ കാണാനിടയായി. അവൾക്ക് സ്വയം ചലിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അവൾ തളർന്നു പോയിരുന്നു. മറ്റൊന്നും ആലോചിക്കാതെ അവനവളെ സഹായിക്കാൻ ഓടിയെത്തി. അവന്റെ നെഞ്ചിൽ എന്തോ ഒരു വികാരമുണർന്നു. ശാന്തവും ആത്മാർത്ഥവുമായ ഒരു വിഷമം അങ്ങനെ ഉണർന്നു നിന്നു. അവൻ ഒരു ലളിതമായ തീരുമാനമെടുക്കുകയായിരുന്നു. അവളെ വീട്ടിലെത്തിക്കുക. അവളുടെ ഇലക്ട്രിക് വീൽ ചെയർ കേടായിപ്പോയിരുന്നു. അതിനാൽ ഈ അടുത്തുണ്ടായിരുന്ന ഒരു തള്ളുവണ്ടി കണ്ടെത്തി. ആ ഇടുങ്ങിയ ഇടവഴികളിലൂടെയും വളഞ്ഞു പൊളഞ്ഞ പാതകളിലൂടെയും വഴിയുടെ അറ്റത്തുള്ള ഒരു ചെറിയ ഒറ്റപ്പെട്ട വീട്ടിൽ അവളുടെ മുത്തശ്ശി കാത്തു നിൽക്കുന്ന ഇടം വരെ അവൻ അവളെ സാവധാനം ആ തള്ളുവണ്ടി വലിച്ച് കൊണ്ടുചെന്നാക്കി. ആ പെൺകുട്ടിക്ക് അവനോട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു. അതിനാൽ അവൾ അവന് വേണ്ടി ഭക്ഷണം പാകം ചെയ്തു. ലീ ഒരു നിമിഷം മടിച്ചു നിന്നു. അവൻ മനസ്സിൽ വിചാരിച്ചു, ഞാനിത് കഴിക്കണോ? ഇവരുടെ കയ്യിൽ കുറെ ഭക്ഷണമൊന്നുമുള്ള പോലെ തോന്നുന്നില്ല. ഇനി കഴിച്ചില്ലേൽ ഞാൻ ഇവരെ കൊച്ചാക്കുകയാണെന്ന് കരുതുവോ? അവളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് അവൻ അവിടെ ഇരുന്ന് പരാതിയൊന്നും പറയാതെ വേഗത്തിലും സ്നേഹത്തോടെയുമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം അവൻ അവിടെ നിന്നിറങ്ങി. അതോടെ അത് കഴിഞ്ഞു എന്നായിരുന്നു അവൻ കരുതിയത്. ഒരു അപരിചിതയോട് കാണിച്ച ചെറിയൊരു കാരുണ്യം, ഒന്നിച്ചു കഴിച്ച ഒരു നേരത്തെ ഭക്ഷണം, അതിനപ്പുറം അവളെ വീണ്ടും കാണുമെന്ന് അവനൊരിക്കലും പ്രതീക്ഷിച്ചതേയില്ല. എന്നാൽ ജീവിതത്തിന്റെ പദ്ധതികൾ തന്നെ മറ്റൊന്നായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവരുടെ വഴികൾ വീണ്ടും ഒന്നിച്ചു. ഇത്തവണ ജോസിയുടെ മുത്തശ്ശി തെരുവിൽ നിന്ന് പുനരുപയോഗിക്കാവുന്ന കുപ്പികളും ആക്രിസാധനങ്ങളും വഴിയിൽ കാണുന്നതെന്തും പെറുക്കിക്കൂട്ടുന്നത് ലീ കണ്ടു. അങ്ങനെയായിരുന്നു അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അവരെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ ലീക്ക് സാധിച്ചില്ല. അവൻ ഓടിച്ചെന്ന് ആ മുത്തശ്ശിയെ അവരുടെ ചുമട് ചുമക്കാൻ സഹായിച്ചു. വീണ്ടും അവൻ അതേ വീട്ടിലേക്ക് വന്നെത്തി. നന്ദി സൂചകമായി ഇത്തവണയും ആ വീടിനകത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തി. ഇത്തവണ
ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെയായിരുന്നില്ല. നിശബ്ദത അല്പം കുറവായിരുന്നു. ഇരുവരും കൂടുതൽ തുറന്നു സംസാരിച്ചു. അങ്ങനെയിരിക്കെ മിഡ് ഓട്ടം അഥവാ ചന്ദ്രോത്സവത്തിന്റെ ദിവസമെത്തി. ലീ ഒരു കടയിൽ ജോലി ചെയ്യുമ്പോ അവന്റെ മുതലാളി പുതിയ പച്ചക്കറികൾ നിറഞ്ഞ 2 വലിയ ബാഗുകൾ അവന് സമ്മാനമായി നൽകി. എന്നാൽ ലീക്ക് സ്വന്തമായി അടുക്കളയോ പാചകം ചെയ്യാനുള്ള സൗകര്യമോ ഒന്നുമില്ല. അപ്പോഴാണ് അവൻ ജോസിയെക്കുറിച്ച് ഓർത്തത്. ആ പൊതികൾ അവളുടെ വാതിൽക്കൽ അവൻ എത്തിച്ചു. എന്നാൽ അത് കണ്ടപ്പോ അവൾ പുഞ്ചിരിച്ചില്ല. അവളുടെ മുഖം വലിഞ്ഞു മുറുകി. അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു ദാനധർമ്മം പോലെയും സഹതാപം പോലെയുമാണ് തോന്നിയത്. അത് അംഗീകരിക്കാൻ അവൾ തയ്യാറുമായിരുന്നില്ല. ജോസി അവനെ നോക്കി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സഹതാപമൊന്നും ആവശ്യമില്ല. നീ എന്തായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് പകരം ഞാനും നിനക്കെന്തെങ്കിലും തരാം. അവൾ അവനെ ഭക്ഷണം കഴിക്കാൻ അകത്തേക്ക് ക്ഷണിച്ചു. എന്നാൽ ഇത്തവണ ലീ വെറുതെ ഇരുന്നില്ല. അവൻ അടുക്കളയിലേക്ക് കടന്ന് അവളെ കുക്കിങ്ങിൽ സഹായിക്കാൻ തുടങ്ങി. ഒന്നിച്ചു നിന്ന് അവർ പച്ചക്കറികൾ അരിയുകയും പാചകം ചെയ്യുകയും ചെയ്തു. കുറച്ച് ചിരിച്ചു, കുറച്ച് സംസാരിച്ചു. ആ അടുക്കളയുടെ ഊഷ്മളതയിൽ എവിടെയോ വെച്ച് അവളൊടുവിൽ തന്റെ പേര് അവനോട് വെളിപ്പെടുത്തി, ജോസി. അവർ പാചകം ചെയ്യുന്നതിനിടയിൽ ജോസി തന്റെ കഥ സ്വയം പരിതാപം ഒട്ടുമില്ലാതെ ശാന്തമായി അവനോട് പറഞ്ഞു. എനിക്ക് പണ്ട് വളരെ സന്തോഷമുള്ളൊരു കുടുംബമുണ്ടായിരുന്നു. അമ്മയും അച്ഛനും എല്ലാവരുമുള്ള കുടുംബം. എനിക്ക് മുന്നിൽ ഒരു വലിയ ജീവിതവും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം റോഡിൽ ഒരു അപകടമുണ്ടായി. എന്റെ മാതാപിതാക്കൾ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ കാലുകളുടെ ചലനശേഷിയും നഷ്ടമായി. അന്നു മുതൽ എനിക്ക് എന്റെ മുത്തശ്ശി മാത്രമായി മാറി. അവർ തെരുവിൽ നിന്ന് കിട്ടുന്നതൊക്കെ ശേഖരിക്കും. ചിലപ്പോൾ ശൂന്യമായ കുപ്പികൾ, മറ്റു ചിലപ്പോൾ ചില പുസ്തകങ്ങൾ. ഞാൻ ആ പുസ്തകങ്ങളെല്ലാം ഓരോന്നും ആദ്യത്തെ പേജ് മുതൽ അവസാന പേജ് വരെ മനഃപ്പാടമാകുന്നതുവരെ വായിക്കും. കുപ്പികളിൽ പലതും മദ്യക്കുപ്പികളായിരിക്കും. അതിൽ നിന്ന് ഒരെണ്ണം കയ്യിലെടുത്തൊന്നു ചോദിച്ചാൽ അത് ഏത് രാജ്യത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്, അതിനെത്ര വർഷത്തെ പഴക്കമുണ്ട്, ഇതൊക്കെ കൃത്യമായി പറയാൻ എനിക്ക് കഴിയും. ലീ അതൊക്കെ ശാന്തമായ അത്ഭുതത്തോടെ കേട്ടിരുന്നു. ഏറ്റവും ചെറിയൊരു സ്ഥലത്ത് ജീവിക്കുന്ന ആ പെൺകുട്ടി തന്റെ മനസ്സിനുള്ളിൽ എത്രയും വലിയൊരു ലോകമാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. ജോസി പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ പുസ്തകങ്ങളിലൂടെ ഞാൻ എല്ലായിടത്തും യാത്ര ചെയ്തിട്ടുണ്ട്. ജപ്പാൻ, ചൈന, അമേരിക്ക, അങ്ങനെ എല്ലായിടത്തും. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന ഒരേ ഒരു സ്ഥലം സ്കോട്ട്ലൻഡാണ്. വിസ്കി ജനിച്ച നാട്. എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും അടിപൊളി സ്ഥലം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലീ വീണ്ടും വന്നു. ഇത്തവണ അവളുടെ കേടായ വീൽ ചെയർ നന്നാക്കാനായിരുന്നു അത്. അവൻ തനിക്കറിയാവുന്നതെല്ലാം ശ്രമിച്ചു. സ്ക്രൂകൾ തിരിച്ചു, ഭാഗങ്ങൾ മാറ്റി സ്ഥാപിച്ചു, ക്ഷമയോടെ കൈകൾ ചലിപ്പിച്ചു. പക്ഷെ അത് ശരിയായില്ല. വീൽ ചെയർ കേടായി തന്നെ കിടന്നു. അവൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ ജോസിയുടെ ഉള്ളിൽ ചെറിയൊരു വേദന തോന്നി. അവൾക്ക് പകരം നൽകാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ലീ ഇറങ്ങാൻ നേരം ഒരോർമ്മ അവന്റെ മനസ്സിലേക്ക് വന്നു. മുത്തശ്ശി ഒരു നോവൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നും എന്നാൽ അതിന്റെ 1-ാം ഭാഗം മാത്രമേ ഉള്ളൂവെന്നും ജോസി ഒരിക്കൽ അവനോട് പറഞ്ഞിരുന്നു. അതിന്റെ 2-ാം പകുതി അവൾക്ക് വായിക്കണമെന്നുണ്ട്. അവളുടെ കൈകളിൽ അത് ഇതുവരെ എത്തിയിട്ടേയില്ല. ലീ അത് തിരഞ്ഞിറങ്ങി. അവൻ സോളിലെ എല്ലാ ലൈബ്രറികളിലൂടെയും നടന്നു. ഒടുവിൽ അത് കണ്ടെത്തി അവൾക്കായി കൊണ്ടുവരികയും ചെയ്തു. അവൾ ആ അവസാന വോളിയം വായിച്ചപ്പോ വളരെ കാലമായി ഇരുണ്ടുപോയ തന്റെ ഉള്ളിലെ ഒരു കോണിലേക്ക് സൂര്യപ്രകാശം പടർന്നു കയറുന്നത് പോലെയാണ് തോന്നിയതെന്ന് അവൾ അവനോട് പറഞ്ഞു. അന്ന് ലീ ജോസിയുടെ വീട്ടിൽ നിന്ന് തന്റെ 4-ാമത്തെ ഡിന്നർ കഴിച്ചു. അതിനുശേഷം അവന്റെ ഉള്ളിൽ എന്തോ ഒന്ന് സാവധാനം മാറിമറിയാൻ തുടങ്ങി. അവൻ ആ പ്രൊഫസറുടെ അടുത്തേക്ക് പോകുന്നത് നിർത്തി. ആ ജീവിതത്തിൽ നിന്ന് അവൻ പിൻവലിയാൻ ആരംഭിച്ചു. അവൻ ജോസിയുടെ മുത്തശ്ശിയെ തെരുവിൽ സഹായിക്കാൻ തുടങ്ങി. ജോസി അവൻ വീൽ ചെയറിലിരുത്തി ഇടയ്ക്കൊക്കെ പുറത്തു കൊണ്ടുപോയി. അവളുടെ വീൽ ചെയറും തള്ളിക്കൊണ്ട് നഗരത്തിലൂടെ നടന്നു. അവളുടെ 4 ചുവരുകൾക്കപ്പുറത്തുള്ള ലോകം അവൻ അവൾക്ക് കാണിച്ചു കൊടുത്തു. പതുക്കെ പതുക്കെ ഇരുവരും പൂർണ്ണമായി തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അവർ പരസ്പരം ജീവിതത്തിലേക്കും പരസ്പരം ഹൃദയങ്ങളിലേക്കും വഴി കണ്ടെത്തി കഴിഞ്ഞിരുന്നു. ലീക്ക് ജോസിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം കാമുകിയോട് സംസാരിക്കുമ്പോൾ പോലും അവളുടെ പേരറിയാതെ അവന്റെ നാവിൽ നിന്ന് വീണുപോകുമായിരുന്നു. എങ്കിലും അവനത് മനസ്സിൽ തന്നെ വെച്ചു. കൂടുതൽ ലളിതമാക്കി അവൻ പറഞ്ഞു, എനിക്ക് നടക്കാൻ കഴിയാത്തൊരു പെൺകുട്ടിയെ അറിയാം. അവൾ എന്റെ സുഹൃത്താണ്. അവൾക്ക് അതിശയകരമായ സ്വപ്നങ്ങളുണ്ട്. അവന്റെ കാമുകി ആ വാക്കുകൾക്ക് പിന്നിൽ മറ്റൊന്നും സംശയിച്ചില്ല. പറയുകയാണെങ്കിൽ അത് അവളിൽ അവനോടുള്ള സ്നേഹം കൂട്ടിയതേയുള്ളൂ. അവൻ താൻ വിശ്വസിക്കുന്നത് പോലെ എത്ര ദയയും ചിന്താശേഷിയുമുള്ള ആളാണെന്ന് അവൾ കരുതി. ഒരു ദിവസം അവൾ തികച്ചും ദയവോടെ ഒരു കാര്യം നിർദ്ദേശിച്ചു. ഞാനീ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരെ ഒന്ന് ബന്ധപ്പെടട്ടെ. അവർ വന്ന് അവളുടെ വീട് സൗജന്യമായി നന്നാക്കി നൽകും. ലീയുടെ നെഞ്ചിൽ അത് കേട്ടപ്പോ വല്ലാത്തൊരു ഊഷ്മളത അനുഭവപ്പെട്ടു. അവൻ തന്റെ കാമുകിയെ നോക്കി. അവൾ എത്ര നല്ലവളാണ്, എത്രയധികം നല്ലവൾ, അവൻ ചിന്തിച്ചു. അധികം വൈകാതെ തന്നെ ഒരു ചെറിയ സംഘം ജോസിയുടെ വീട്ടിലെത്തി. ആ വീടിനെ ആയുധങ്ങളുടെയും അറ്റകുറ്റപ്പണിയുടെയും ശബ്ദങ്ങളാൽ നിറച്ചു.
ലീ ജോസിക്ക് ഒരു കൂട്ടം പുതിയ പുസ്തകങ്ങൾ കൊണ്ടുവന്നു കൊടുത്തു. അവർ എപ്പോഴും ചെയ്യാറുള്ളതുപോലെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. അവൻ അവളോട് ചോദിച്ചു, നിനക്ക് ലോകത്തിൽ എവിടെയെങ്കിലും പോണമെങ്കിൽ അതെവിടെയായിരിക്കും? ജോസി ഒരു നിമിഷം പോലും മടിക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്കോട്ട്ലാൻഡ്. ലീ തന്റെ പോക്കറ്റിൽ കൈയിട്ട് ഫോൺ പുറത്തെടുത്തു. അവൻ ഗൂഗിൾ മാപ്സ് തുറന്ന് സ്ട്രീറ്റ് വ്യൂവിലേക്ക് മാറ്റി. ആ സ്ക്രീൻ അവർക്കിടയിൽ ചേർത്തു പിടിച്ചു. എങ്കിൽ നമുക്കിപ്പോ തന്നെ പോയേക്കാം എന്ന് പറഞ്ഞ് അവൻ ആ മാപ്പ് ചലിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ പച്ചപിടിച്ച കുന്നുകളിലൂടെയും പുരാതന കല്ലുകൊട്ടാരങ്ങളിലൂടെയും ഉയർന്ന മലനിരകളിലെ തുറന്ന ആകാശത്തിലൂടെയും സഞ്ചരിച്ചു. ജോസി സ്ക്രീനിലേക്ക് കുറച്ചുകൂടി ചേർന്നിരുന്ന് നോക്കി. കുറച്ചു നേരത്തേക്ക് അവൾ അവിടെ എത്തിപ്പെട്ടതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ശരിക്കും അവൾ അവിടെ എത്തിയ പോലായിരുന്നു അവൾക്ക് തോന്നിയത്. പെട്ടെന്നാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത്. ലീയുടെ കാമുകി അങ്ങോട്ടേക്ക് വന്നതായിരുന്നു. അവളകത്തേക്ക് വരുമ്പോ കണ്ടത് ലീയും ജോസിയും പരസ്പരം വളരെ അടുത്തിരുന്ന് ചിരിക്കുന്നതും പൂർണ്ണമായും മറ്റൊരാളുടെ ലോകത്തിൽ മുഴുകിയിരിക്കുന്നതുമാണ്. ദുർബലയായ സഹായം ആവശ്യമുള്ള ആരെങ്കിലും ആയിരിക്കും അവിടുള്ളത് എന്ന് കരുതിയായിരുന്നു അവൾ വന്നത്. എന്നാൽ ജോസി അത്രമാത്രം സുന്ദരിയാണെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നതേയില്ല. ആ ശാന്തമായ നിമിഷത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ചോദ്യം അവളുടെ ഉള്ളിൽ രൂപപ്പെടാൻ തുടങ്ങി. ജോസിയാകട്ടെ താൻ അതുവരെ അറിയാതിരുന്ന ഒരു കാര്യം മനസ്സിലാക്കി. ലീക്ക് ഒരു കാമുകിയുണ്ടെന്ന കാര്യം. അവൾ പോയതിനു ശേഷം ജോസി തികച്ചും നിശ്ചലയായിട്ടിരുന്നു. ആ മുറിക്കെന്തോ ഒരു മാറ്റം സംഭവിച്ചതായി അവൾക്ക് അനുഭവപ്പെട്ടു. ഞാനിതെന്തായി ചെയ്യുന്നത്? അവൾ ചിന്തിച്ചു. ലീക്ക് സ്വന്തമായ ഒരു ജീവിതമുണ്ട്, സ്വന്തമായ ഒരാളുണ്ട്. എന്നെ ഒരിക്കലും ഉൾപ്പെടുത്താൻ അവൻ ഉദ്ദേശിച്ചു കാണില്ല. അതിലേക്ക് ഞാൻ എന്തിനാണ് എന്നെ തന്നെ ഒരു ഭാഗമാക്കാൻ അനുവദിക്കുന്നത്? അടുത്ത തവണ ലീ അവളെ വിളിക്കുവാൻ അവളുടെ വാതിൽക്കൽ വന്നപ്പോ ജോസി വാതിൽ തുറന്നില്ല. ആ മരവാതിലിന് പിന്നിൽ നിന്ന് അവൾ ശാന്തമായി പറഞ്ഞു, ദയവായി ഇനി ഇങ്ങോട്ടേക്ക് വരരുത്. ലീ ഒരു നിമിഷം അവിടെ നിന്നു. അവന് കാര്യം മനസ്സിലായി. അവൻ നിർബന്ധിച്ചില്ല, അവൻ തർക്കിച്ചതുമില്ല. സ്വന്തം കുറ്റബോധത്തിന്റെ പൂർണ്ണമായ ഭാരവും ചുമന്ന് അവൻ അവിടെ നിന്ന് നടന്നുപോയി. ജോസി വീണ്ടും ഒറ്റയ്ക്കായി. വീണ്ടും അവളുടെ പുസ്തകങ്ങളിലേക്കും വീണ്ടും അവളുടെ നിശബ്ദതയിലേക്കും അവൾ ഊളിയിട്ടു. അവളെപ്പോഴും മറഞ്ഞിരുന്ന ആ പഴയ ജീവിതത്തിലേക്ക്. പക്ഷേ ഇപ്പോൾ അതിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ലീ വരുന്നതിനു മുമ്പ് ഏകാന്തത ഒരിക്കലും വേദനിപ്പിക്കുന്ന ഒന്നായി അവൾക്ക് തോന്നിയിരുന്നില്ല. അവൾ ഒറ്റയ്ക്കായിരുന്നു, അതിലൊരു കുഴപ്പവുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവനില്ലാതെ ആ ചെറിയ വീടിന്റെ ഓരോ കോണും അവൾക്ക് ശൂന്യമായി അനുഭവപ്പെടുന്നു. ഒരിക്കൽ പരിചിതമായിരുന്ന ആ നിശബ്ദത ഇപ്പോൾ ഏറെ വേദനിപ്പിക്കുന്നതും അസഹനീയവുമായി മാറിയിരിക്കുന്നു. ലീക്കും അത് തന്നെ അനുഭവപ്പെട്ടു. ദിവസങ്ങൾ നീളമുള്ളതും ശൂന്യവുമായി തോന്നി. അവൻ എന്തു ചെയ്തുകൊണ്ടിരുന്നാലും അവന്റെ ചിന്തകൾ ജോസിയിലേക്ക് തന്നെ വഴി നടന്നു. ആ അകലത്തിൽ എവിടെയോ വെച്ച് പേരിട്ട് വിളിക്കാതെ അവൻ ഉള്ളിൽ ചുമന്നിരുന്ന ആ സത്യം ഒടുവിൽ വ്യക്തമായി. അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ കൂടിയും അവൻ ജോസിയെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്മസ് ദിനം എത്തി. ക്രിസ്മസ് ദിനത്തിൽ ലീ തന്റെ കാമുകിയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. താനെല്ലാ ആഘോഷങ്ങളിലും പങ്കുചേർന്നു എന്നവൻ വരുത്തി തീർത്തു. അവൾ പറയുന്നത് അവൻ കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെയുണ്ടെങ്കിലും ശരിക്കും അവൻ അവിടെ ഇല്ലാത്തതുപോലായിരുന്നു അവൻ അനുഭവപ്പെട്ടത്. അവന്റെ ഉള്ളിൽ ആ ദിവസം തികച്ചും വല്ലാത്ത ഭാരം നിറയ്ക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് തെരുവിൽ വെച്ച് അവൻ ആ പ്രദേശത്തുള്ള ഒരു പ്രായമായ സ്ത്രീയെ കണ്ടുമുട്ടി. അവർ അവനെ നോക്കി വളരെ സാധാരണ മട്ടി പറഞ്ഞു, ജോസിയുടെ മുത്തശ്ശി ഏകദേശം 1 മാസം മുമ്പ് മരിച്ചുപോയി. വിവരം നീ അറിഞ്ഞില്ലേ? ആ വാക്കുകൾ അവനിൽ പെട്ടെന്ന് ശക്തമായൊരു ആഘാതമേൽപ്പിച്ചു. 1 മാസം? ജോസി 1 മാസം മുഴുവൻ തികച്ചും ഒറ്റയ്ക്കായിരുന്നു. പൂർണ്ണമായും ഒറ്റയ്ക്ക്. അവൻ അറിയാതെ തന്നെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അവനു ചുറ്റും മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. താൻ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അവന്റെ കാലുകൾ അവനെ അവളുടെ വാതിൽക്കൽ എത്തിച്ചു കഴിഞ്ഞിരുന്നു. അവൻ കൈയുയർത്തി വാതിലിൽ മുട്ടി. ജോസി വാതിൽ തുറന്നു. ശീതകാലത്തെ തണുത്ത വായു അവർക്കിടയിൽ തങ്ങി നിന്നു. അവർ പരസ്പരം നോക്കി നിന്നു. രണ്ടുപേരും കുറച്ചുനേരമൊന്നും സംസാരിച്ചില്ല. പിന്നീട് പതുക്കെ ലീ ചോദിച്ചു, നീ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ആ ജനല് തകർന്നിരിക്കുവാണല്ലോ, അത് നന്നാക്കണ്ടേ? പിന്നെ മുറ്റത്തെ ഈ മഞ്ഞൊക്കെ ഇതാര് വന്ന് മാറ്റാനാണ്? ജോസി നിശബ്ദയായി. അത് കേട്ടു. എന്നാൽ അവളുടെ നെഞ്ചിൽ എന്തോ ഒന്ന് വലിഞ്ഞു മുറുകി. അവൻ എന്നെ പരിഗണിക്കുന്നത് സഹതാപം കൊണ്ടല്ലേ? അതായിരുന്നു അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ളവരുടെ സഹതാപത്തിൽ പൊതിഞ്ഞ് ജീവിക്കാൻ അവൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നേയില്ല. അതുകൊണ്ട് അവൾ തന്റെ ശബ്ദം ഇടറാതെ സൂക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നീ പൊക്കോളൂ, ഞാൻ ഓക്കെയാണ്. ലീ പോകാനായി തിരിഞ്ഞു. എന്നാൽ ഓരോ ചുവടിലും അവൻ വേഗത കുറച്ചു. വീണ്ടും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. നിൽക്കാൻ തനിക്കൊരു കാരണം നൽകുന്ന എന്തെങ്കിലും ഒരു വാക്കിനായി കാത്തു നിൽക്കുന്ന പോലെ അവൻ വീണ്ടും വീണ്ടും നോക്കി. ജോസി വാതിൽക്കൽ തന്നെ നിന്ന് അവൻ പോകുന്നത് നോക്കിക്കണ്ടു. അവനു ചുറ്റും മഞ്ഞു പെയ്യുന്നത് അവൾ കണ്ടു. അവളുടെ ഉള്ളിൽ എവിടെയോ അവൾ അമർത്തി വെച്ചിരുന്ന ഒരു ചോദ്യമൊടുവിൽ പുറത്തേക്ക്
വരേണ്ടി വന്നു. പുസ്തകങ്ങളോട് മാത്രം സംസാരിച്ച് ഈ തണുത്ത ഇരുണ്ട വീട്ടിൽ എനിക്ക് ശരിക്കും ഒറ്റയ്ക്കിങ്ങനെ കഴിയണോ? അവൾക്കത് തടയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഉത്തരം പുറത്തു വന്നു. പോകരുത്. നിശബ്ദതയെ ഭേദിച്ച് അവളുടെ ശബ്ദം പുറത്തു വന്നിരിക്കുന്നു. കേൾക്കാൻ കാത്തുനിന്ന പോലെ ലീ നിന്നു. അവൻ തിരിഞ്ഞു നോക്കി. ജോസി കരയുകയായിരുന്നു. എനിക്ക് ഇനി ഒറ്റയ്ക്ക് കഴിയണ്ട. അവിടെ കൂടുതൽ വാക്കുകളുടെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. അവർ ഇരുവർക്കും കാര്യം മനസ്സിലായി. ജോസി തന്റെ കണ്ണുനീരിനിടയിലൂടെ അവനെ നോക്കി പറഞ്ഞു, ഇത് എക്കാലവും നീണ്ടു നിൽക്കില്ല എന്നെനിക്കറിയാം. നീ പൂർണ്ണ ആരോഗ്യവാനാണ്. ഞാൻ അങ്ങനല്ല. ലോകത്തിന് ആൾക്കാർക്ക് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കാണും. എങ്കിലും നീ എന്നോടൊപ്പം വന്നു നിൽക്കൂ. കുറച്ചുകാലത്തേക്കാണെങ്കിൽ പോലും. ലീ ഒരു വാക്കുപോലും പറഞ്ഞില്ല. അവൻ അവളെ ചേർത്തു പിടിച്ചു. അധികം വൈകാതെ അവനങ്ങോട്ട് താമസം മാറി. അവന് കൊണ്ടുവരാൻ അധികമൊന്നുമില്ലായിരുന്നു. കുറച്ച് വസ്ത്രങ്ങൾ, ഒരു പിടി പുസ്തകങ്ങൾ, ആ ചെറിയ ജീവിതത്തിന്റെ ഒരു കോൺ നിറയ്ക്കാൻ മാത്രമുള്ളവ. കുറച്ചുകാലത്തേക്ക് അതുമാത്രമായിരുന്നു അവരുടെ ലോകം. അവർ ഒരുമിച്ച് പാചകം ചെയ്തു, ഒരുമിച്ച് ചിരിച്ചു. വളരെ കാലമായി ആ വീടറിയാതിരുന്ന ഒരു ഊഷ്മളത അവിടെ വന്നു നിറഞ്ഞു. എന്നാൽ സാവധാനം എപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ സാധാരണ ജീവിതം വീണ്ടും അവരിലേക്ക് കടന്നെത്തി. ലീക്ക് ക്ലാസുകളിൽ പങ്കെടുക്കാൻ പോകേണ്ടി പാർട്ട് ടൈം ജോലി ചെയ്യണമായിരുന്നു. കടുത്ത ക്ഷീണവുമായിട്ടായിരുന്നു പലപ്പോഴും വീട്ടിലേക്ക് അവൻ മടങ്ങുന്നത്. ജോസിക്ക് അവളുടെ പുസ്തകങ്ങളും 4 ചുവരുകളും മണിക്കൂറുകളോളമുള്ള ഏകാന്തതയും മാത്രമായി. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് മുറ്റത്തെ മതിലിന്റെ തകർന്നൊരു വിടവിലൂടെ ജോസി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവള് പെട്ടെന്ന് നിശ്ചലയായി. അവൾ ലീയെ വിളിച്ചു പറഞ്ഞു, അവിടെ പുറത്തൊരു കടുവയുണ്ട്. ലീ ശാന്തമായി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, നഗരത്തിൽ കടുവകളൊന്നുമില്ല. അത് നിന്റെ തോന്നലായിരിക്കും. എന്നാൽ താൻ എന്താണ് കണ്ടതെന്നും അതിന്റെ അർത്ഥമെന്തെന്നും ജോസിക്ക് അറിയാമായിരുന്നു. അവളുടെ ഹൃദയത്തിൽ കടുവയെന്നാൽ അപകടമെന്നായിരുന്നു. ആ ചെറിയ ദുർബലമായ വീട്ടിൽ അവർ ഒരുമിച്ച് കെട്ടിപ്പടുത്ത എല്ലാറ്റിനെയും പരീക്ഷിക്കാൻ പോകുന്ന എന്തോ ഒന്ന് വരുന്നുണ്ട് എന്നതർത്ഥമാക്കി. തുടക്കത്തിൽ ലീ ജോസിയെ വാരാന്ത്യങ്ങളിൽ പുറത്ത് കൊണ്ടുപോകുമായിരുന്നു. ചെറിയ യാത്രകൾ, ചെറിയ സാഹസങ്ങൾ, അവളുടെ 4 ചുവരുകൾക്കപ്പുറത്തുള്ള ലോകം. എന്നാൽ അത് പതുക്കെ നിന്നുപോയിക്കൊണ്ടിരുന്നു. പുറത്തുപോക്കുകൾ കുറഞ്ഞു വന്നില്ലാതായി. സംഭാഷണങ്ങൾ കുറഞ്ഞു. ഒരു ദിവസം ജോസി അത് വീണ്ടും പറഞ്ഞു, കടുവ തിരിച്ചു വന്നിരിക്കുന്നു. ലീ അല്പം നിർത്തി. ഇത്തവണ അവൾ ആദ്യത്തെ തവണ പറഞ്ഞതും തെറ്റായിരുന്നില്ല എന്നവൻ മനസ്സിലാക്കി. അതുകൊണ്ടവൻ ചെറിയൊരു സങ്കടച്ചിരിയോടെ പതുക്കെ പറഞ്ഞു, എങ്കിൽ ആ കടുവ ആദ്യം എന്റെ അടുത്തേക്ക് വരട്ടെ. നീ ഓടി രക്ഷപ്പെട്ടോ. അവർ രണ്ടുപേരും ചിരിച്ചെങ്കിലും ആ കടുവ ഒരിക്കലും ഒരു മൃഗമല്ല എന്നവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു. അത് അവർക്കിടയിൽ നിശബ്ദമായി വളരുന്ന അകലമായിരുന്നു. പിന്നീട് ഒരു ദിവസം ജോസി ലീയുടെ കൈകളിൽ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നൽകി. വിറയ്ക്കുന്ന കൈകളോടെ അവൻ അതിലേക്ക് നോക്കി. നെഗറ്റീവ്. അവൾ ഗർഭിണിയായിരുന്നില്ല. ലീ ദീർഘനിശ്വാസം എടുത്തു. എന്നാൽ ആ നിമിഷത്തിൽ അവനൊട്ടും പ്രതീക്ഷിക്കാത്ത മറ്റെന്തോ ഒരു ചിന്ത അവന്റെ ഉള്ളിലൂടെ കടന്നുപോയി. ഒരുപക്ഷെ അത് പോസിറ്റീവ് ആയിരുന്നെങ്കിലോ? ഞാൻ എക്കാലത്തേക്കുമായി അവിടെ ബന്ധിക്കപ്പെടുമായിരുന്നില്ലേ? ആദ്യമായി അവൻ ആ ചെറിയ തകർന്ന വീടിന് ചുറ്റും നോക്കി. ആ ചുവരുകൾ തന്നെ ശ്വാസം മുട്ടിക്കുന്ന പോലെ അവൻ അനുഭവപ്പെട്ടു. പുറത്ത് വിശാലമായൊരു ലോകമുണ്ട്, കരിയറുണ്ട്, അവസരങ്ങളുണ്ട്, തുറന്ന പാതകളുള്ള ഒരു ജീവിതമുണ്ട്. ഇവിടെയാകട്ടെ തളർന്നു പോയൊരു പെൺകുട്ടിയോടൊപ്പം തകർന്നൊരു ചെറിയ വീട്ടിൽ താൻ കുടുങ്ങിക്കിടക്കുകയാണ്. ആദ്യമായി അവന്റെ ഉള്ളിൽ ഒരു നിശബ്ദവും വിരുദ്ധവുമായ ഭാഗം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. അന്ന് വൈകുന്നേരം അവൻ വീണ്ടും ഫോൺ എടുത്തു. നമുക്ക് വീണ്ടും സ്കോട്ട്ലാൻഡിലേക്ക് പോകാം. എന്നാൽ ഇത്തവണ ജോസി തലകുലുക്കി. വേണ്ട, അവൾ ശാന്തമായി പറഞ്ഞു. എനിക്കെന്റെ വീടിന് പുറത്തുള്ള തെരുവൊന്ന് കണ്ടാ മതി. ലിയാവിലാസം ടൈപ്പ് ചെയ്തു. പരിചിതമായ ആ ഇടവഴി സ്ക്രീനിൽ തെളിഞ്ഞു. അവൾ ജീവിതം മുഴുവൻ ചിലവഴിച്ച് അതേ ഇടുങ്ങിയ പാത. അതിനുശേഷം അവൾ നിശ്ചലയായി. നോക്കിക്കേ, ദേ മുത്തശ്ശി. അവിടെ സ്ക്രീനിൽ കടന്നുപോയ ക്യാമറയിൽ പതിഞ്ഞിരുന്ന മുത്തശ്ശിയുടെ ചിത്രം സമയം നിശ്ചലമാക്കിയതുപോലെ ഒരു വൃദ്ധ അതേ തെരുവിലൂടെ തള്ളുവണ്ടിയുമായി പോയിക്കൊണ്ടിരിക്കുന്നു. ജോസിയുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾ അപ്പോഴും ജോലി ചെയ്യുകയായിരുന്നുവല്ലേ? അവൾ പതുക്കെ മന്ത്രിച്ചു. അവസാന നിമിഷം വരെ മുത്തശ്ശി മാത്രമാണ് തനിക്കൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നതെന്നും ഒരിക്കലും തന്നെ വിട്ടുപോകാത്ത ആളെന്നും അവൾക്ക് മനസ്സിലായി. ലീനി എത്ര നാൾ കൂടിയുണ്ടാകും? അവൾ ആലോചിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തനിക്ക് പുറത്തു പോകണം എന്ന് ജോസി പറഞ്ഞു. വെള്ളത്തിനടിയിലുള്ള ലോകം കാണാൻ അവൾ ആഗ്രഹിച്ചു. അങ്ങനെ ലീ അവളെ അക്വേറിയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീല വെളിച്ചത്തിൽ നൂറുകണക്കിന് മത്സ്യങ്ങൾ ഗ്ലാസിന് പിന്നിലൂടെ പതുക്കെ ശാന്തമായി വളവുകളോടെ നീന്തിപ്പോകുന്നത് അവർ ഒരുമിച്ച് നോക്കി നിന്നു. ജോസി വളരെ നേരം അവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് വിചിത്ര
മാത്രമല്ലേ, മത്സ്യങ്ങളാണ് ആ ഗ്ലാസിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ചിലപ്പോൾ അവ നമ്മളെക്കുറിച്ചും അങ്ങനെ തന്നെയായിരിക്കില്ലേ ചിന്തിക്കുന്നത്. അവൾ അല്പം നിർത്തി. നീ സ്നേഹിക്കുന്നയാളുടെ അരികിലാണെങ്കിൽ, നീ ഒരു കൂട്ടിലാണെങ്കിൽ പോലും അതിൽ കാര്യമില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഈ ടാങ്കിനുള്ളിൽ പോലും ആ മത്സ്യങ്ങളിൽ ചിലത് സന്തോഷവതികളായിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. പിന്നീട് അവൾ ലീയെ നോക്കി പുഞ്ചിരിച്ചു. ഉള്ളിൽ ഒരേ സമയം വാത്സല്യവും വേദനയും ഒളിപ്പിച്ചു വെക്കുന്ന തരത്തിലുള്ള ഒരു പുഞ്ചിരി. നീ എന്റെ അരികിലില്ലെങ്കിൽ പോലും നീയുണ്ടെന്ന് ഞാൻ എന്നോട് തന്നെ പറയും. ഞാൻ സന്തോഷവതിയായിരിക്കും. അതുകൊണ്ട് നീ എന്നെക്കുറിച്ചോർത്ത് വിഷമിക്കണ്ട. അന്ന് രാത്രി ലീ ഇരുട്ടിൽ കിടന്നു. അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ വാക്കുകൾ അവന്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. അവൻ പതുക്കെ എഴുന്നേറ്റിരുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. അവൾ അവനെ ആശ്വസിപ്പിക്കുകയായിരുന്നില്ല, അവൾ അവന് സ്വാതന്ത്ര്യം നൽകുകയായിരുന്നു. അവൾ പറയുകയായിരുന്നു, നീ പോയി നിന്റെ ജീവിതം ജീവിക്കൂ, എനിക്ക് വേണ്ടി അത് ഇവിടെ നശിപ്പിക്കാതിരിക്കൂ. ജോസിക്ക് എപ്പോഴും കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാമായിരുന്നു. പുറത്തുള്ള ലോകം വിശാലവും തിളക്കമുള്ളതുമാണ് ും ലീ നേടിയെടുക്കാൻ അർഹതയുള്ള കാര്യങ്ങൾ അവിടെയുണ്ടെന്നും അതവൾക്കറിയാമായിരുന്നു. അവന്റെ ഹൃദയം ഇതിനകം തന്നെ അകന്നു പോകുന്നതായി അവൾക്ക് തോന്നിയിരുന്നു. അവന്റെ ശരീരം മാത്രമാണ് ആ ചെറിയ വീട്ടിൽ അവശേഷിച്ചത്. അവന്റെ മനസ്സ് മറ്റെവിടെയോ അലഞ്ഞുതിരിയാൻ തുടങ്ങിയിരുന്നു. അവനിവിടെ തുടരുന്നതിനുള്ള ഒരു കാരണം മാത്രമാകാൻ അവൾ ആഗ്രഹിച്ചില്ല. കുറ്റബോധം കൊണ്ടോ കടപ്പാട് കൊണ്ടോ അവൻ ചുമക്കുന്ന ഒരു ഭാരമാകാൻ അവൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഒരൊറ്റ കുറ്റപ്പെടുത്തൽ പോലുമില്ലാതെ അവൾ അവനെ ശാന്തമായും അന്തസ്സോടെയും പോകാൻ അനുവദിച്ചു. അവൾ ഓർമ്മകൾ മാത്രം സൂക്ഷിച്ചു വെച്ചു. അവനവന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായി തിരികെ നൽകി. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം ലീ ജോസിയെ സ്കോട്ട്ലൻഡിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. പച്ച പിടിച്ച കുന്നുകൾ, തുറന്ന ആകാശം, മഞ്ഞിൽ നിന്ന് ഉയർന്നുവരുന്ന പുരാതന കൊട്ടാരങ്ങൾ. അവൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിരുന്നതെല്ലാം. അവരിരുവരും ചിരിക്കുന്നുണ്ട്. അവർ സ്വതന്ത്രരാണ്, അവർ ഒന്നിച്ചാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമായിരുന്നില്ല. ജോസിക്ക് കാണാൻ അനുവാദമുണ്ടായിരുന്ന ഒരു സ്വപ്നം മാത്രമായിരുന്നു അത്. കാരണം ലീ അവിടെ നിന്ന് പോവുക തന്നെ ചെയ്തിരുന്നു. അവൻ തന്റെ ജീവിതവുമായി മുന്നോട്ടു പോയി. ഒരു നല്ല ജോലി, ഒരു പുതിയ അധ്യായം, ഒരുപക്ഷെ പുതിയൊരു പാർട്ട്ണർ. ജോസിയാകട്ടെ ആ ചെറിയ വീട് വിട്ട് ഒരിക്കലും പുറത്തു പോയില്ല. അവൾ ഒരിടത്തും പോയില്ല. പകരം എക്കാലത്തും താൻ ജീവിക്കേണ്ടി വരുന്ന ആ ഒരേ ഒരു സ്ഥലത്തിരുന്ന് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കാൻ അവൾ പഠിച്ചു. അവൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചു. അവൾ ശക്തിയാക്കാൻ പഠിച്ചു. മുന്നോട്ട് ജീവിച്ചു പോകാൻ അവൾ സാവധാനത്തിലും വേദനയോടെയും പഠിച്ചെടുത്തു. ജോസിയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. പ്രണയം എപ്പോഴും ശുഭമായ ഒരു പര്യവസാനത്തിലേക്ക് നയിക്കണമെന്നില്ല. ചിലപ്പോൾ പ്രണയമെന്നാൽ മാറിക്കൊടുക്കുക എന്നുകൂടിയാണ്, വിട്ടുകളയുക എന്നുകൂടിയാണ്. നിന്റെ ഉള്ളിലെ ഓരോ കണികയും അവരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പോലും അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം കൈമാറുക എന്നതുകൂടിയാണ്. ജോസി ലീയെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അവൾ അവനെ ഒരു കൂട്ടിലിടാൻ ആഗ്രഹിച്ചില്ല. ജീവിതം അത്രമാത്രം ശാന്തവും ഇത്രമാത്രം ശൂന്യവും ഇത്രമാത്രം കഠിനവുമായിരിക്കാം. എന്നാൽ ജോസി അതിന് കീഴടങ്ങിയില്ല. അവൾ ഒരിക്കൽ അതിന് വഴങ്ങി നിന്നു എന്നത് സത്യമാണ്. പക്ഷേ വീണ്ടും അവൾ നിവർന്നു നിന്നു. ജീവിതം അവളോട് ഇത്രയധികം ആവശ്യപ്പെട്ടിട്ടും അവളെ നിരാശപ്പെടുത്തിയിട്ടും അവൾ ജീവിതം തന്നെ തിരഞ്ഞെടുത്തു. ജോസിയുടെ രസകരമായ ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.